നമ്മോട് കൂടെ ഇന്നും നടക്കുകയാണ് പ്രിയമുള്ളവരെ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാല് നമ്മളെ നിറയ്ക്കുന്ന നിമിഷങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നമ്മളിന്ന് പലവിധ പ്രശ്നങ്ങളുടെ മധ്യേ കടന്നു പോകുന്ന മനുഷ്യരാണ്. നമ്മൾക്ക് സമാധാനമില്ല, സന്തോഷമില്ല. എന്തുകൊണ്ടാലും പ്രവർത്തനങ്ങളിലെ മാധ്യമങ്ങളിൽ നോക്കിയാലും പത്രങ്ങളിലേക്ക് നോക്കിയാലും വാർത്തകൾ കണ്ടാലും നമുക്ക് ആകെ അസ്വസ്ഥതയാണ് പ്രിയമുള്ളവരെ. നമുക്കൊന്നും മനസ്സിലാകുന്നില്ല, സമാധാനമില്ല, സന്തോഷമില്ല. എന്നാ ഇന്ന് ജീവിക്കുന്ന ഈശോ നമ്മളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, ഈ സമാധാനം നിങ്ങളിൽ നിന്ന് ആരും എടുത്തു കളയുകയില്ല. പ്രിയ സഹോദരങ്ങളെ, അവിടുത്തെ വചനം നമുക്ക് കേൾക്കാൻ ഈ സമയങ്ങളിലെല്ലാം അവിടുന്ന് നമ്മളോട് അനന്തമായ സ്നേഹമാണ്. അവിടുന്ന് ആരെയും വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒന്നുപോലെ കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഈശോ മിശിഹായുടെ മുന്നില് നമുക്ക് അല്പനേരം നമുക്ക് കാതുകൾ കൊടുക്കാൻ പ്രിയമുള്ളവരെ. ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിള് സത്യവേദ പുസ്തകമാണ്. ഈ സത്യവേദ പുസ്തകത്തിന് ഓരോ തിരുവഴുത്തുകളുമാണ് പ്രിയമുള്ളവരെ ഞങ്ങളെ ഇന്ന് ജീവിപ്പിക്കുന്നത്. ഈ തിരുവഴുത്തിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കും. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസൃതമായി എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരവെല്ലാം തരുന്ന ഒരു സത്യവേദ പുസ്തകമാണ്. നിധി പോലെ ഞങ്ങളിത് കാക്കുന്നു. ഈ നിധി ഞങ്ങൾ സ്വന്തമാക്കിയപ്പോൾ മറ്റ് വിലകെട്ടതെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു. പ്രിയ സഹോദരങ്ങളെ, ആ വചനത്തിൽ പറയുകയാണ്, അപ്പോസ്തല പ്രവർത്തനം 10-34 വാക്യത്തിൽ പറഞ്ഞു, സത്യമായി ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്ത ആരും ഏത് ജനതയിൽപ്പെട്ടവരായാലും അവിടത്തേക്ക് സ്വീകാര്യമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനമാണ്. കാരണം അവർ നമ്മളെ വ്യക്തമാക്കി തരികയാണ്. കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ഈശോ നമ്മളെ സ്നേഹിക്കുകയാണ്. അനന്തമായ സ്നേഹം കൊണ്ട് നമ്മളെ നിറയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, ഊണും ഉറക്കവുമില്ലാതെ കിടക്കയിൽ മറിഞ്ഞും തിരിഞ്ഞും ഉറങ്ങാൻ പറ്റാതെ കഴിയുന്ന സാഹചര്യങ്ങളിലെല്ലാം പ്രിയമുള്ളവരെ, ഈ തിരുവഴുത്തുകളാണ് നമുക്ക് ആശ്വാസം തരുന്നത്. യേശുവാണ് നമ്മളെ ആശ്വസിപ്പിക്കുന്നത്. ഈശോ നമ്മളെ ആശ്വസിപ്പിക്കും. പ്രിയമുള്ളവരെ, അവിടുത്തെ കരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം.